സുരേഷ് ഗോപി അന്നൊരു ഡയലോഗ് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ചാട്ടം എങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറയണം. അപ്പം ഞാൻ പറഞ്ഞ് എനിക്കിത് പറയണം. അതങ്ങനെ ശരിയാവും. ഞാൻ പറഞ്ഞ അതേ ശരിയാവും. രണ്ടും എടുക്കാം, അങ്ങ് പറഞ്ഞതുപോലെ എടുക്കാം, എൻ്റെ കയ്യിൽ എടുക്കാമെന്ന് പറഞ്ഞു. പുള്ളി അത് സമ്മതിച്ചു. പുള്ളി മനസ്സിലാക്കട്ടെ, ഞാൻ എൻ്റെ എല്ലാം എടുക്കത്തുള്ളൂ. പുള്ളി സമ്മതിച്ചപ്പോൾ തിലഞ്ചേട്ടൻ എന്നെ നോക്കി ചിരിച്ച്. സത്യമണി സുരേഷൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഉള്ളതിനും തുറന്നു പറയാമല്ലോ. ഒരേ സമയം VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിക്കും വേണ്ടി പ്രചാരണത്തിന് പോയ ആളാണ്. അത്രയ്ക്കുള്ള രാഷ്ട്രീയ ബോധം അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭരചന്ദ്രനിൽ നിന്ന് അദ്ദേഹം ഇറങ്ങണം, ഇത് റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർക്കാരിപ്പോൾ ശങ്കരാടിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു അമ്മാവനെ നമ്മൾ മിസ് ചെയ്യുന്നില്ലേ? ഉർവശിയെ വല്ലാതെ നടി ഉണ്ടായിട്ടില്ല. ഉർവശിയുടെ താഴെയുള്ള ശോഭനയും ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുമ്പോഴത്തേനും അത് സിനിമയിൽ അഭിനയിക്കുക, അത് ഇറക്കാനായിട്ട് എന്തായാലും കുറെ പാടുപെട്ടിട്ടുണ്ടാവും. ഒരുപാടും പറ്റിയില്ല. നമുക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരുപാടും പറ്റത്തില്ല. എന്നെ വരട്ടിയല്ലോ, തർക്കങ്ങൾ നടക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉർവശി ചേച്ചിയാണ്, എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ അങ്ങനെ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഇർഫാൻ ഖാന്റെ കൂടെ അഭിനയിച്ചില്ലേ പാർവതി തിരുവോത്ത്, നിസ്സാര കാര്യമാണോ? പാർവതിയുടെ ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്ന് ഞാൻ പറയും. ഉള്ളൊഴുക്കിൽ ഉർവശിയും പാർവതിയുമായിട്ടുള്ള മത്സരത്തിൽ കുറച്ചുകൂടി നല്ല ആക്ടർ ഉർവശി കൊണ്ടുപോയി. അതായത് പറഞ്ഞ എല്ലാ വാദ്യങ്ങളും ഞാൻ ഈ പാർവതിയെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയും ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു കാര്യമില്ലാതെയാണ് ഒരു IFFK എന്നിട്ട് അവര് നല്ല ചമയുകയും ഈ പാവം പെടുകയും ചെയ്തു. ഇപ്പോൾ ലീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം, അതിൻ്റെ ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. വിനായകൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അത് എഴുതിയിട്ടുള്ള ആൾ ഒരു റൈറ്ററിൻ്റെ ആ ഒരു അഭിരുചിക്ക് അനുസരിച്ചാണ് അവരത് എഴുതുന്നത്. അങ്ങനെ ഒരു സിനിമ എങ്ങനെയാണ് അവരുടെ തലയിൽ ഉദിക്കുന്നത്? അപ്പം അയാൾ അങ്ങനെ ആയതുകൊണ്ടാണോ അങ്ങനെ എഴുതിയൊക്കെ വെക്കുന്നത് എന്നുള്ള രീതിയിൽ അതിൻ്റെ തീം വരുന്നത് സാറിന് അറിയാമായിരിക്കും എന്ന് വിചാരിക്കും. സമൂഹത്തിൽ എത്രയോ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നോക്കൂ, പിന്നെ നമ്മുടെ സമൂഹത്തിന് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളുമാണ് ഏതെങ്കിലും. ഇപ്പം നിങ്ങളൊരു പത്രവാർത്ത വായിച്ചു, ഞാനിപ്പോൾ എൻ്റെ വേറെ രീതിയിൽ ഹൈപ്പോത്തറ്റിക്കലായിട്ടൊന്നും എടുക്കരുത്. നിങ്ങളൊരു പത്രവാർത്ത നിങ്ങൾ വായിച്ചു. അപ്പോൾ നിങ്ങൾ അതിൽ ഒന്ന് നെഗറ്റീവായിട്ട് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാം, പോസിറ്റീവായിട്ട് ഇൻസ്പയർ ചെയ്യും. കൂടുതൽ ഇൻക്ലൈൻഡ് ആവുന്നത് നമ്മുടെ നെഗറ്റീവ് വാർത്തകളിലാണ്. ഈ വാർത്ത നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കും. നിങ്ങളൊരു കലാകാരിയാണ്, നിങ്ങളൊരു എഴുത്തുകാരിയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കഥ എഴുതാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പോപ്പപ്പ് ചെയ്യും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അത് ചിലപ്പോൾ കഥാപാത്രങ്ങളായോ കഥാപരിസരമാവുകയോ അല്ലെങ്കിൽ കഥ തന്നെയാവുകയോ മാറാം. അപ്പോൾ അതൊരു കലാകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമല്ലേ. അയാൾ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ചിന്തിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓരോരുത്തരും ഇപ്പം ഒരു സിനിമ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ കാണാൻ പോകും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല എൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല അനൂപിൻ്റെ. മനസ്സിലായില്ലേ? അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിത്ര ഒരു നോവൽ വായിക്കുന്നു അല്ലെങ്കിൽ ഒരു ചെറുകഥ വായിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന കഥാപരിസരമായിരിക്കില്ല മറ്റൊരാൾ വായിക്കുമ്പോൾ. അപ്പം നമുക്ക് എങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇന്നതേ? അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ തിലകൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മലയാള സിനിമയിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ആളും എന്താ പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ തുറന്നു പറയുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ആളുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പേരിപ്പോൾ അദ്ദേഹത്തിനെ പേടിക്കുമായിരുന്നു. അല്ല, വ്യവസ്ഥകളോട് കലഹിക്കുന്നതിൽ തെറ്റില്ല. എനിക്ക് തിലകൻ ചേട്ടനുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ 6ഓളം സിനിമ സംവിധാനം ചെയ്തു. ആ സമയത്ത് ഇപ്പോൾ ഞാൻ 13 സിനിമയായി, 6ഓളം സിനിമ. അതിൽ 5ലും തിലകൻ ചേട്ടനുണ്ട്. തിലകൻ ചേട്ടൻ ഞാനായിട്ടൊരു വളരെ ഒരു പ്രതിതുല്യമായ ബന്ധമാണ് തിലകൻ ചേട്ടൻ. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം പകൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ പൃഥ്വിരാജനും തിലകനും വിലക്കുകളുണ്ടായിരുന്നു. അപ്രഖ്യാപിത വിലക്കെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അവർ രണ്ടുപേരെയും വെച്ച് തന്നെയാണ് ചെയ്തത്. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരുടെ ഒരാളാണ് തിലകൻ ചേട്ടൻ. ഭരത് ഗോപി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നടനാണ്. ഗോപിച്ചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ, തിലകൻ ചേട്ടൻ, ശങ്കരാടി ചേട്ടൻ, കൊട്ടാരക്കര, അടൂർ ബാസി, പിന്നെ കരമന ജനാർദ്ദനൻ നായർ. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ഹീറോസ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, കുരുവട്ടം പപ്പു, അമ്പിളിച്ചേട്ടൻ, ജഗദീശ്രീമാർ. അപ്പോൾ ഇവരൊക്കെ മലയാള സിനിമയുടെ സ്വത്താണ് അല്ലേ? അപ്പോൾ തിലകൻ ചേട്ടൻ്റെ മെത്തേഡ് ആക്ടിങ്ങും നാച്ചുറൽ ആക്ടിങ്ങും ബിഹേവിങ്ങും എത്രയോ മുമ്പ് കാണിച്ചിട്ടുള്ളവരവർ.
ഇപ്പോൾ ഭരത് ഗോപി എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തെ വെല്ലാനൊരു നടൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം സറ്റിൽ ആക്ടിങ് എങ്ങനെയാണ്, ലൗഡായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ഒരു കഥാപാത്രത്തെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ വെച്ചത്. അതുപോലെയല്ലേ തിലകൻ സൗണ്ട് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ സങ്കടം ഉള്ളിന്ന് സങ്കടം നമ്മൾ കരഞ്ഞു പോകും. ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ല, അദ്ദേഹത്തിൻ്റെ സൗണ്ടിലൂടെ നമ്മളെ കരയിപ്പിച്ച്, അത് നിസ്സാര കാര്യമാണ്. വേണുചേട്ടൻ നെടുമുടി വേണു എന്തോ ഒരു നാച്ചുറലാണ്. ശങ്കരാടിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു അമ്മാവനെ നമ്മൾ മിസ് ചെയ്യുന്നില്ലേ? അപ്പം മലയാളത്തിൻ്റെ സ്വത്തല്ലേ അവരൊക്കെ. നടിമാരെടുത്ത് കഴിഞ്ഞാൽ ലളിത ചേച്ചി, സുമാരിയമ്മ, അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകൾ. ഇപ്പം മലയാളത്തിലെ ഏറ്റവും നല്ല നടി ഉർവശിയാണ്. ആക്ടിങ്, ഞാൻ വ്യക്തിപരമായ കാര്യമുള്ളത്, ആക്ടിങ്ങിൽ ഏറ്റവും നല്ലത് ഉർവശിയെ വല്ലാതെ നടി ഉണ്ടായിട്ടില്ല. ഉർവശിയുടെ താഴെയുള്ള ശോഭനയും മഞ്ജു വാര്യറും രേവതിയൊക്കെ ഉള്ളത്, പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ളവരുള്ളൂ. ഉർവശി എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെയാണ്. ഞാൻ എപ്പോഴും പറയും, പല പ്രസംഗത്തിൽ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു ആക്ടർ എന്ന നിലയില്ല, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഒരു എൻ്റെ ഒരു അസസ്മെൻ്റ് അല്ല. ഒരു ആക്ടർ എന്ന നിലയിൽ ഉർവശിയോളം ഒരു ആക്ട്രസ് മലയാള സിനിമ കണ്ടിട്ടില്ല. അപ്പം അതാണ് അതിൻ്റെ ഒരു വ്യക്തമായ മറുപടി. ഇപ്പോൾ തിലകൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ തിലകൻ ചേട്ടൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിന് കോൺഷ്യസിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിർക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും, കാര്യം അദ്ദേഹം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം നാടകത്തിൽ ഇത് വന്നാണ്. ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുമ്പോഴത്തേനും അത് സിനിമയിൽ അഭിനയിക്കുക, അത് ഇറക്കാനായിട്ട് എന്തായാലും കുറെ പാടുപെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരുപാടും പറ്റിയില്ല. നമുക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരുപാടും പറ്റത്തില്ല. എന്നെ വരട്ടിയിട്ട് ഇത് ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പടം ഇറക്കുകയും ചെയ്ത് എനിക്കും അവാർഡ് കിട്ടി. എനിക്ക് ഒരുപാട് അപ്ലോസും ഉണ്ട്. ഇന്നും ആ പടത്തിൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും, ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് ഒരാളെ വിലക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം. കലാകാരന്മാരുടെ എന്തിനാ വിലക്കുന്നത്? അത് ശരിയല്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പൊ നേരത്തെ ഉർവശി ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന് ചൊല്ലി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ ഇങ്ങനെ തർക്കങ്ങൾ നടക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി ചേച്ചിയാണ്, എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ അങ്ങനെ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇതിനകത്തേക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റിലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഉർവശി ചേച്ചി. നമുക്ക് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ വാണി വിശ്വനാഥ് ആക്ഷൻ സൂപ്പർ സ്റ്റാർ അല്ലേ? നിങ്ങൾക്ക് പല പെൺകുട്ടികൾക്കും ഒരു ആരാധന തോന്നിയിട്ടില്ലേ? വാണി വിശ്വനാഥ് സൂപ്പർ സ്റ്റാർ അല്ലേ? അതിന് സൂപ്പർ സ്റ്റാർഡമല്ല, നമ്മൾ മനസ്സിക്കുന്ന മികച്ച നടിയെ നോക്കിയാൽ മതി. മികച്ച ആക്ടറാണ്, മികച്ച കലാകാരിയാണ്. മഞ്ജു വാര്യർ എന്താ കുഴപ്പം? മഞ്ജു വാര്യർ ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലേ? നല്ല ആർട്ടിസ്റ്റാണ് മഞ്ജു വാര്യർ, യാതൊരു സംശയമില്ല. ഒരു പാൻ ഇന്ത്യൻ ആക്ടറായി മാറിയില്ലേ? പക്ഷേ എനിക്കത് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ മഞ്ജുവിനെ വെച്ച് പടം ചെയ്യാൻ പോകുന്നില്ല, ചെയ്താലും ചെയ്തില്ലേലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഇത്തരം തർക്കങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. ഉർവശി തന്നെയാണ് ഏറ്റവും നല്ല നടി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ സിനിമയിലുള്ള ഒരു ഇപ്പോൾ ഞാൻ അഴിയാത്ത ബന്ധങ്ങൾ എന്ന് പറഞ്ഞ തമിഴ് പടമുണ്ടേ, അതിൽ പ്രകാശ് രാജും രേവതിയും അർച്ചന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുണ്ട്. അർച്ചന മാഡം എൻ്റെ കിണറിൽ അഭിനയിച്ചിരുന്നു. 2 നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ്. നമ്മുടെ പിറവിയിലും ഉണ്ടായിരുന്നു, സൊമ്മിലും ഉണ്ടായിരുന്നു. 2 നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആക്ട്രസ് ആണെന്ന് പറയുന്നത്. ഇവർ 3 പേരും കൂടി, പ്രകാശ് രാജ്, അർച്ചന മാഡം, രേവതി, ഇവർ ഈ 3 പേരും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ഒരു പടമുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ കാണാം, യൂട്യൂബിലുണ്ട്. എന്തൊരു സറ്റിൽ ആക്ടിങ് ആണ് രേവതിയുടെയും അർച്ചനയുടെയും പ്രകാശ് രാജിൻ്റെയും. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക, അവരെ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ ഈ പറയുന്ന ഒരു ഫാൻ ഫൈറ്റിനൊക്കെ സാധ്യത വേണോ? ആലോചിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. ചെറുപ്പക്കാരോട് അതേ പറയാനുള്ളൂ. ഇപ്പം അത് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ അടികൂടിയിട്ടുള്ളത്. ഇപ്പം ഇത് നോക്കുമ്പോഴേക്കും മഞ്ജു വാര്യർക്ക് വേണ്ടിയിട്ടും എന്താ പറയാ ഉർവശി ചേച്ചിക്ക് വേണ്ടിയിട്ടും അങ്ങനെ തല്ലുകൂടും എന്ന് കാണുമ്പോഴും ഒരു സന്തോഷമുണ്ട്. ഗേൾ എന്നുള്ള രീതിയിൽ നമുക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അല്ലാതെ നല്ല കാര്യം, അങ്ങനെ വരട്ടെ. സ്ത്രീകൾ കുറച്ചുകൂടിയൊക്കെ നയൻതാര സ്റ്റാറല്ലേ? അത് തമിഴ്നാട്ടിലാണല്ലോ, നമ്മുടെ ഇവിടുന്ന് പോയതാണെങ്കിൽ. അല്ല, ഇവിടുന്ന് വേറെ കാര്യം, നിങ്ങളെപ്പോലെ ഒരു അവതാരകയായിരുന്നു. അവിടുന്ന് നയൻതാര അവിടെ എത്തി. പക്ഷെ നയൻതാരക്ക് ഇപ്പോഴും കേരളത്തിൽ മാർക്കറ്റ് ഉണ്ട്. അപ്പം അത് അവർ ഉണ്ടാക്കിയെടുത്തതല്ലേ. ഇപ്പോൾ ഇർഫാൻ ഖാൻ്റെ കൂടെ അഭിനയിച്ചില്ലേ പാർവതി തിരുവോത്ത്?
നിസ്സാര കാര്യമാണ്. പാർവതിയുടെ ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്ന് ഞാൻ പറയും. എൻ്റെ അഭിപ്രായമാണ്. പാർവതിയുടെ ആയിരിക്കില്ല. പാർവതിക്ക് അവാർഡ് കിട്ടിയിട്ടില്ലേ? നല്ല ആക്ട്രസ് അല്ലേ? ഉള്ളൊഴുക്കിൽ ഉർവശിയും പാർവതിയുമായിട്ടുള്ള മത്സരത്തിൽ കുറച്ചുകൂടി നല്ല ആക്ടർ ഉർവശിയായിട്ട് ഉർവശി കൊണ്ടുപോയി. അതായത് പറഞ്ഞത് എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെയാണ്. ഞാൻ അവരുടെ ആക്ടറിനെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തി എന്ന നിലയിലല്ല പറഞ്ഞു. ഒരു ആക്ടർ എന്ന നിലയിൽ ഉർവശിയോളം ഒരു നടി ഇപ്പം വന്നിട്ടില്ല. നാളെ വരുമായിരിക്കാം. അതെ, വരട്ടെ. ഇപ്പൊ പാർവതിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നിന്നല്ല, ഇപ്പം അത് കുറച്ചുകൂടി കൂടുതലായത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോഴാണെന്ന് തോന്നിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള കുറെ ഇഷ്യൂസും കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ആക്ട്രസിനെ നമ്മൾ എല്ലാരും കൂടി മാറ്റി നിർത്തി. ഞാൻ ഈ പാർവതിയെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയും ഫോളോ ചെയ്യുന്നയാളാണ്. വേറൊന്നുമല്ല, എനിക്ക് അവരുടെ പല കാര്യങ്ങളിലും എനിക്ക് ബഹുമാനമുണ്ട്. ഒരു നല്ലൊരു ആക്ടറാണ്, നല്ല ഹ്യൂമൻ ബീങ്. പക്ഷെ ഒരു പാവമാണ്. ആ പാവമാണെന്ന് പറയാൻ കാര്യം, ആ ഒരു കാര്യമില്ലാതെയാണ് ഒരു IFFKയിൽ സഭയ്ക്കെതിരായിട്ട് പറഞ്ഞത്. അത് ഈ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ച അപ്പുറത്തും ഇപ്പുറത്തിരുന്ന 2 പേര്. ഒരു കാര്യമില്ലാതെ പാവ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയി കാണും. എന്നിട്ട് അവർ നല്ലവുള്ള ചമയുകയും ഈ പാവം പെടുകയും ചെയ്തു. അതിലെനിക്കൊരു ചെറിയൊരു ഒരു വിഷമമുണ്ട് ആ കുട്ടിയോട്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം കുറെ നല്ല കഥാപാത്രങ്ങൾ ഇപ്പം അങ്ങനെയല്ലോ. പുഴുവിലും മമ്മൂക്കയോട് അഭിനയിച്ചില്ലേ? അതുണ്ട്, പക്ഷെ ഒരു സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യം അല്ല. അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ചോയ്സ് അല്ലേ. ഇപ്പം അവരുടെ അടുത്ത് ഒരു സബ്ജക്റ്റ് പറയാൻ ഒരാൾ പോകുമ്പം അവർക്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ച് അവർക്ക് കുറേ ടൈമൊക്കെ എടുക്കുമായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്. കുറേ ടൈം എടുക്കും സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് അവർക്ക് ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള പിന്നെ അവർ മാനസികമായൊക്കെ ശാരീരികമായിട്ട് അവർ. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് സമയം കിട്ടുന്നത്. അല്ലാതെ ആരും അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അവർ നല്ല ആക്ടറാണ്, മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കല്ലേ. ഇപ്പോൾ ഈ സിനിമയിലുള്ള ഈ പൊളിറ്റിക്സ് കാരണം ചില സ്ക്രിപ്റ്റുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഇപ്പോൾ ആക്ടേഴ്സ് ആണെങ്കിലും പറയാറുണ്ട് എന്ന് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ അറിവുണ്ടോ? ഉണ്ട്. ഞാൻ ആയുധം ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം മുരളിച്ചേട്ടനും തിലകൻചേട്ടനും ഉണ്ട്, സുരേഷ് ഗോപിയുണ്ട്. സുരേഷ് ഗോപി അന്നൊരു ഡയലോഗ് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ചാട്ടം എങ്ങോട്ടാണെന്ന്. ഞാൻ പറഞ്ഞത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ തിലകൻചേട്ടൻ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ തിലകൻചേട്ടനുണ്ട്, എനിക്ക് നമ്പ്യ മോഹൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് എനിക്കിത് പറയണം എന്ന് പറഞ്ഞു. അതങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു അതേ ശരിയാവും. ഞാൻ ഡയറക്ടറാണ്, എനിക്കിത് പറയണം. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ പടങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുകയും എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയപരമായി ഇത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം തർക്കമായി. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ രണ്ടും എടുക്കാം, അങ്ങ് പറഞ്ഞതുപോലെ എടുക്കാം, എൻ്റെ കയ്യിൽ എടുക്കാമെന്ന് പറഞ്ഞു. പുള്ളി അത് സമ്മതിച്ചു. പുള്ളി മനസ്സിലാക്കട്ടെ, ഞാൻ എൻ്റെ എല്ലാം എടുക്കത്തുള്ളൂ. പുള്ളി സമ്മതിച്ചപ്പോൾ തിലകൻചേട്ടൻ എന്നെ നോക്കി ചിരിച്ച്. അപ്പം അതൊരു പാവ പുള്ളി, പറയാൻ ഉദ്ദേശമുള്ളൂ. പറയണ്ടെന്ന് പറയുന്നത് ഈ പൊളിറ്റിക്സ് ആയിട്ട്. അപ്പൊ അന്നേ ആ ഒരു എനിക്കറിയാം ചാട്ടം എങ്ങോട്ടായിരുന്നു എനിക്കറിയായിരുന്നു അന്ന്. ഇപ്പോൾ ഇവരുടെയൊക്കെ പേഴ്സണലി ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതിപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അതും എല്ലാം കൂടെ ഒന്ന് മെസ്സപ്പ് ആക്കിയിട്ട് പുറത്തേക്ക് വന്നിട്ട് അത് ട്രോളാക്കി മാറ്റുമ്പോഴേക്കും അത് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ സുരേഷേട്ടൻ്റെ സത്യം പറഞ്ഞ സുരേഷേട്ടൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഉള്ളതിനും തുറന്നു പറയാമല്ലോ. ഒരേ സമയം VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിക്കും വേണ്ടി പ്രചാരണത്തിന് പോയ ആളാണ്. അത്രയ്ക്കുള്ള രാഷ്ട്രീയ ബോധം അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരേ സമയം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി VS അച്യുതാനന്ദന് വേണ്ടി അദ്ദേഹത്തെ ഇലക്ഷൻ്റെ പ്രചാരണത്തിന് പോയതാണ്. VS അച്യുതാനന്ദൻ മത്സരിക്കുന്ന മലമ്പുഴയിൽ പോയി തൊട്ടിപ്പുറത്ത് MP ഗംഗാരൻ മത്സരിക്കുന്ന എനിക്കൊന്ന് പൊന്നാനിയാന്ന് തോന്നുന്നു, പാലോളി സഖാവായിരുന്നു എതിർ സ്ഥാനാർത്ഥി. പാലോളി ജയിച്ചു, അത് വേറെ കാര്യം. അവിടെ പോയി പ്രസംഗിച്ച ആളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ കണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി, ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായിരുന്നു. എനിക്ക് ഓപ്പൺ ഡേറ്റ് ആയിരുന്നു. ഞാനിപ്പോഴും ആ റെസ്പെക്റ്റൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ആശയപരമായിട്ടുള്ള എതിർപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ സുരേഷേട്ടൻ്റെ വീട്ടിൽ എനിക്ക് എപ്പോഴും പോകാം, എനിക്ക് ഇന്നല്ല അന്ന്. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ പോയി ചേച്ചിയെടുത്ത് ചായ മേടിച്ച് കുടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാര്യം ഒന്നാമത് ഞങ്ങൾ കൊല്ലംകാരാണ് ബേസിക്കലി. എൻ്റെ അമ്മാവനും സുരേഷ് ഗോപി ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ അമ്മാവനാണ് സുരേഷ് ഗോപി ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിപ്പിച്ചതെന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുറേഷി എന്നാണ് എൻ്റെ അമ്മാവൻ്റെ പേര്, ഫാത്തിമാത കോളേജിൽ. അപ്പം അത്രയ്ക്ക് അടുപ്പവും. എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഫുൾ ടൈം വന്നു, എല്ലാം ഓക്കെയാണ്.
അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കണ്ടേ പൊളിറ്റിക്കലി. അപ്പോൾ ഇദ്ദേഹം ഈ പത്രക്കാരെ കാണുമ്പോഴത്തേക്കിന് അദ്ദേഹത്തിന് പലപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഭരചന്ദ്രനിൽ നിന്ന് അദ്ദേഹം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതേ ഉള്ളൂ പ്രശ്നം. ഭരചന്ദ്രനിൽ നിന്ന് അദ്ദേഹം ഇറങ്ങണം, ഇത് റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർക്കാരിപ്പോൾ നമുക്ക് അവിടെ സംസാരിക്കാം. നിങ്ങളിത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് ഞാൻ അങ്ങേരായിട്ട് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ മോടെ കല്യാണത്തിന് ഞാൻ പോയി, മാധവ് ഇപ്പം എൻ്റെ കൂടെ അഭിനയിച്ചു, അംഗം അട്ടഹ അങ്ങനെ ഒരു സുജിത്ത് സംവിധാനം ചെയ്തൊരു പടം, അതിൽ മാധവ് എൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ മോടെ കല്യാണത്തിന് എന്നെ വിളിച്ചു, ഞാൻ പോയി. എനിക്ക് ബേസിക്കലി പേഴ്സണലി എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. പക്ഷെ ആശയപരമായ കാര്യങ്ങൾക്ക് ഞാൻ എതിർത്തത് കൊണ്ട് കുറേ നാളിൻ്റെ അടുത്ത് പിണക്കത്തിലായിരുന്നു. കുട്ടികളുടെ മനസ്സാണ് എന്താ പറയുക, പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണോ? അങ്ങനെയാണെന്നാണ് പൊതുവെ പറഞ്ഞത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്.